ഹായ് എവ്രി വൺ. ഇതൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മാങ്ങ അച്ചാർ ഡിഫറെൻ്റ് ആയിട്ട് ഒട്ടും ഓയിലില്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഒരു 6 മാങ്ങ ഞാൻ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് ഇത് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് മുറിക്കുന്നത്. സാധാരണ അച്ചാറിന് മുറിക്കുന്ന പോലെയല്ല. തോല് കളഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് തറച്ചിട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്യുക ആദ്യം. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇത് ഈ അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നല്ല ചെറിയ കുനുകുനാന്നുള്ള ആ ഒരു ഇതിലാണ് വേണ്ടത്. ചെറിയതായിട്ട് തന്നെ ഇത് മുറിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ മുറിക്കുക, എന്നാലേ ഈ അച്ചാറിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തുള്ള മാങ്ങ കട്ട് ചെയ്യാൻ പാടില്ല. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യണം. അപ്പം എല്ലാ മാങ്ങയും ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു 4 ഡേറ്റ്സ് കുരുകളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുകളഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി കായം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കായം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടിയും കായവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ്. ഇത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് ഒന്ന് നന്നായിട്ട് തൊലി കളഞ്ഞതാണിത്. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഒന്ന് കടുക് തരക്കിയതാണിത്. അപ്പോൾ അതൊരു ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികളെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഞാൻ ഒരു 4 ഈത്തപ്പഴം നേരത്തെ എടുത്തില്ല, അതൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണിത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 4 ഈത്തപ്പഴം മതിയാവും. അത്രയും തന്നെ ഇതിനകത്ത് ഇത്രയും മാങ്ങക്ക് മതിയാവും. ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടാണ്. ഇതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഗ്രേവി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വെള്ളം. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.